ഓസ്ട്രേലിയക്കാരുടെ എക്കാലത്തെയും വലിയ എതിരാളിയാണ് വിരാട് കോഹ്ലി. ഓസ്ട്രേലിയ പോയിട്ട് അവർക്ക് നേരെ നിന്നിട്ട് എന്താടാ എന്ന് ഇന്ത്യൻ ടീമിനെ ചോദിക്കാൻ പ്രാപ്തനാക്കിയവനാണ് വിരാട് കോഹ്ലി. ബോർഡർ ഗവാസ്കർ ട്രോഫി എടുത്തപ്പോഴത്തേക്കും ഓസ്ട്രേലിയൻ മീഡിയയിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിംഗ് കമ്മ്യൂണിറ്റിയിലും ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നതും വിരാട് കോഹ്ലിയാണ്. ഇപ്പോൾ ലെജൻഡറി ഫാസ്റ്റ് ബോളർ ഗ്ലെൻ മക്ഗ്രാത്ത് ഈ വരുന്ന സീരീസിൽ വിരാട് കോഹ്ലി എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് പാറ്റ് കമ്മിൻസിനും ഓസ്ട്രേലിയൻ ടീമിനും ചില നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുകയാണ്. കോഹ്ലി ഈസ് എ ബീസ്റ്റ് വെൻ ഹീ ഈസ് ഇൻ ഓസ്ട്രേലിയ. കോഹ്ലിയുടെ ഏറ്റവും മികച്ച പെർഫോമൻസുകളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയുടെ ആവറേജ് 54.8 ആണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ വർഷത്തെ കോഹ്ലിയുടെ ആവറേജ് നോക്കുകയാണെങ്കിൽ വെറും 20.8 ആണ്. കഴിഞ്ഞ 5 വർഷത്തിൽ കോഹ്ലി അടിച്ചത് വെറും 2 ടെസ്റ്റ് സെഞ്ചുറിയാണ്. ഇതിനെപ്പറ്റി റിക്കി പോണ്ടിങ്ങും പരാമർശിച്ചിരുന്നു. പോരാത്തതിന് ഇന്ത്യ ന്യൂസിലൻഡിനോട് 3-0 പരാജയപ്പെട്ടാണ് ഓസ്ട്രേലിയക്ക് വരുന്നത്. ആ സീരീസിലും കോഹ്ലിയുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ കോഹ്ലി നല്ല പ്രഷറിലായിരിക്കും എന്നാണ് മക്ഗ്രാത്ത് പറയുന്നത്. അങ്ങനെ ഓൾറെഡി പ്രഷറിലുള്ള കോഹ്ലിയെ ഗ്രൗണ്ടിനകത്തും പുറത്തും അഗ്രസീവ്ലി ഡീൽ ചെയ്യാനാണ് മക്ഗ്രാത്ത് ഓസ്ട്രേലിയൻ ടീമിനോട് പറയുന്നത്. പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശക്തമായിട്ട് കോഹ്ലി തിരിച്ചു വരാൻ സാധ്യതയുണ്ടെങ്കിലും ആദ്യത്തെ കുറച്ച് മാച്ചുകളിൽ ചെറിയ റൺസിന് കോഹ്ലിയെ പുറത്താക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ കോഹ്ലി പൂർണ്ണമായും പ്രഷറിലാവും എന്നാണ് മക്ഗ്രാത്ത് കണക്ക് കൂട്ടുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്, സൗത്ത് ആഫ്രിക്ക അങ്ങനെ മറ്റു പല രാജ്യങ്ങളും കോഹ്ലിയെ ഡീൽ ചെയ്യുന്നത് വളരെ സോഫ്റ്റായിട്ടാണ്. ദേ വിൽ ലീവ് കോഹ്ലി അലോൺ. എന്നിട്ട് കൃത്യമായി ബോളിംഗ് പ്ലാൻ ചെയ്തിട്ട് കോഹ്ലി ഒരു മിസ്റ്റേക്ക് വരുത്താൻ കാത്തിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതാണ് അവരുടെ സ്ട്രാറ്റജി. പക്ഷേ ഗ്ലെൻ മക്ഗ്രാത്ത് മാത്രം അത് മനസ്സിലാവാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓസ്ട്രേലിയ കോഹ്ലിയെ ചൊറിയാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇന്ത്യൻ ഫാൻസ് ആയിരിക്കും. ഇപ്പോൾ ഉള്ള തണുത്ത കോഹ്ലിയിൽ നിന്ന് ആ പഴയ കോഹ്ലിയിലേക്ക് അവന് ഉണരാൻ അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. കോഹ്ലി ഒരു ഇമോഷണൽ പ്ലെയർ ആയതിനാൽ ലിഫ്റ്റ് ആയി കഴിഞ്ഞാൽ അസാധ്യ ഫോമിലേക്ക് പോകാനും അതുപോലെ തന്നെ ഡൗൺ ആയി കഴിഞ്ഞാൽ നല്ല ഡൗൺ ആവാനും സാധ്യതയുണ്ടെന്നും മക്ഗ്രാത്ത് പറഞ്ഞു നോക്കുന്നു. ഓസ്ട്രേലിയൻ ഫാസ്റ്റ് കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ആരാധകർക്ക് ഒരു ആശ്വാസമാവുന്നത് കഴിഞ്ഞ വർഷം അവസാനം അതുപോലെ തന്നെ ഈ വർഷം ആദ്യമായിട്ട് നടന്ന സൗത്ത് ആഫ്രിക്കൻ സീരീസാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കോഹ്ലി അതിൽ പുറത്തെടുത്തിരുന്നു. പോരാത്തതിന് ഓസ്ട്രേലിയ കോഹ്ലിയെ അഗ്രസീവായിട്ട് ഡീൽ ചെയ്യാനും കൂടെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ കണ്ടീഷൻസ് ഇഷ്ടപ്പെടുന്ന കോഹ്ലി സടകുടഞ്ഞ് എഴുന്നേക്കാൻ അത് മതി. അതാണ് ഏതൊരു ഇന്ത്യൻ ആരാധകനും കാത്തിരിക്കുന്നത്. വിരാട് കോഹ്ലിയും ഋഷഭ് പന്തിനെയാണ് ഓസ്ട്രേലിയൻ മീഡിയാസും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ടീമും ഈ വരുന്ന സീരീസിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത്. അതിൽ വിരാട് കോഹ്ലിയെ തളർത്താൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ പാതി കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതിനവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ 2 സീരീസുകളും ഇന്ത്യയുടെ വിജയത്തിന് പ്രധാന പങ്കുവഹിച്ചത് വിരാട് കോഹ്ലി തന്നെയാണ്. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ ഉപകാരമായിരിക്കും. ഓസ്ട്രേലിയയെ 4 ടെസ്റ്റും പരാജയപ്പെടുത്തി WTC ഫൈനലിലേക്ക് ഇന്ത്യക്ക് കയറാൻ പറ്റത്തില്ലെന്ന് ഏകദേശം ഉറപ്പാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ സീരീസ് ജയിച്ച് വിരാട് കോഹ്ലിയും തിരിച്ച് ഫോമിലേക്ക് എത്തുകയാണെങ്കിൽ അത്രയും ആശ്വാസമായിരിക്കും ഇന്ത്യൻ ആരാധകർ. ഓസ്ട്രേലിയ കോഹ്ലിയെ ചൊറിയട്ടെ, കോഹ്ലി ശക്തമായി തിരിച്ചു വരട്ടെ. എന്തായാലും വേൾഡ് കപ്പിനേക്കാൾ വലിയ തയ്യാറെടുപ്പുകളാണ് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് വേണ്ടി ഓസ്ട്രേലിയയിൽ നടക്കുന്നത്. ഓസ്ട്രേലിയൻ മീഡിയയും സ്ട്രീറ്റ്സും ഒക്കെ ഈ പോരിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കമ്മിൻസ് പാകിസ്ഥാനുമായിട്ടുള്ള കുറച്ച് മാച്ചുകൾ പോലും ഉപേക്ഷിച്ച് ഈ ഒരു സീരീസിന് വേണ്ടി റെസ്റ്റ് എടുത്ത് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയക്ക് ഇനി ഒരിക്കൽ കൂടി ഇന്ത്യയെ അവരുടെ മണ്ണിൽ ജയിക്കാൻ അനുവദിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 2 സീരീസിലും ഇന്ത്യ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇനി ഒരിക്കൽ കൂടി ഓസ്ട്രേലിയക്ക് അവരുടെ മണ്ണിൽ ഓസ്ട്രേലിയയെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഓസ്ട്രേലിയയെ സംബന്ധിച്ച് വലിയൊരു നാണക്കേട് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യ സമ്മർദ്ദത്തിലാക്കാൻ പഴയ പല ഓസ്ട്രേലിയൻ പ്ലേയേഴ്സും വെർബൽ വാക്പോരുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും മക്ഗ്രാത്തിൻ്റെ വിരാട് കോഹ്ലിയെക്കുറിച്ചുള്ള ഈ റിമാർക്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. വിരാട് കോഹ്ലിക്ക് ഈ കണ്ടീഷൻസ് എല്ലാം അതിജീവിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? തീർച്ചയായിട്ടും കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനെപ്പറ്റിയും അറിയിക്കുക. പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കണം. എന്തായാലും BGTയുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.